ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ 7-8 തിരുവചനങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുവാൻ ആവുകയില്ല. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുവാനായിട്ട് ആവുകയില്ല. ദൈവത്തെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, സർവവ്യാപിയായ, സർവശക്തനായ ദൈവത്തെ കബളിപ്പിക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. അനേക വ്യക്തികൾ നമുക്കറിയാം, ജഡത്തിൻ്റെ ചിന്താരീതികൾക്കനുസരിച്ച്, ജഡത്തിൻ്റെ വികാരങ്ങൾക്കനുസരിച്ചാണ്, ജഡിക ചിന്തകൾക്കനുസരിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണുകളുടെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ജഡിക വികാരങ്ങൾ, ഭക്ഷണത്തിൻ്റെ ആസക്തി, അങ്ങനെ വ്യത്യസ്തമായ ജഡത്തിൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് അനേക വ്യക്തികൾ ഇന്ന് ജീവിക്കുന്നത്. ആധ്യാത്മികമായിട്ട് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ പോലും അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായിട്ട് ജീവിക്കുന്നവർ പോലും ജഡത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമെ ആധ്യാത്മികതയുടെ ഒരു പരിവേഷമൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ ജഡത്തിൻ്റെ വികാരങ്ങളും ആസക്തികളുമൊക്കെ ആയിട്ട് മുഴുകി ജീവിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണാം. വചനം പറയുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. അത് നമ്മൾ ജഡത്തിൻ്റെ ഇച്ഛകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാശങ്ങൾ കടന്നു വരുന്നത്, തകർച്ചകൾ കടന്നു വരുന്നത് നമ്മൾ ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം, ആസക്തികളെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം, കണ്ണുകളുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം, അങ്ങനെ ഒരു ജീവിതം നയിക്കുക. ഒരു മദ്യം, മയക്കുമരുന്ന്, പാൻപരാഗ, പലതും ലഹരി വസ്തുക്കൾ. ഇന്ന് ധാരാളം സ്ത്രീകൾ, യുവതി യുവാക്കന്മാർ പോലും ലഹരികൾക്ക് അടിമയാണ്. ഹല്ലേലൂയ. ധാരാളം കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ജഡിക ജീവിതമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. മദ്യം, അല്ലെ മയക്കുമരുന്ന്, അല്ലെ മറ്റ് കാര്യങ്ങൾ, അതിലേക്കൊക്കെ പോയിട്ട് ജഡത്തിൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം. അത് ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നിന്റെ ജഡത്തിൽ നീ പാപം ചെയ്താൽ അതിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ജഡിക വികാരങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ജഡത്തിൽ നിന്ന് നാശം. അത് നിന്റെ എല്ലാ ജീവിത മേഖലകളിലും പല വിധത്തിൽ നാശങ്ങളും തകർച്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നീ എന്തു വിതയ്ക്കുന്നുവോ അതേ നീ കൊയ്തെടുക്കത്തുള്ളൂ. തിന്മ വിതച്ചാൽ തിന്മയുടെ ഫലം നിങ്ങൾ കൊയ്യും. നന്മ വിതച്ചാൽ നന്മയുടെ ഫലം കൊയ്യും. നന്മ ചെയ്താൽ ഉറപ്പായിട്ടും അതിന് വലിയ നന്മ ദൈവം തിരിച്ചു നമുക്ക് നൽകും. അത് തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും. നന്മ വിതച്ചാൽ ഉറപ്പായിട്ടും വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജഡത്തിൽ വിതയ്ക്കുന്നത് നമ്മൾ നിർത്തുക. ജഡിക പ്രവണതകൾക്കനുസരിച്ചുള്ള ജീവിതം നമ്മൾ അവസാനിപ്പിക്കുക. ശക്തമായ തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുക്കണം. ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ ഉറപ്പാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും നാശം കൊയ്തെടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജഡത്തിൽ വിതയ്ക്കുന്നത് നിർത്തുക. ജഡത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പിന്മാറുക. എന്നിട്ടോ പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പരിത്യാഗത്തിൻ്റെയും
ഉപവാസത്തിൻ്റെയും ഒക്കെ ഒരു ജീവിതം, ദാനധർമ്മമൊക്കെ ചെയ്ത് അതിന് ഒത്തിരി നന്മ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാവും. മക്കള്, തലമുറകൾ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജഡത്തിൽ വിതയ്ക്കുന്നത് അത് നാശമാണ്, അത് ജഡത്തിൽ തന്നെ അവസാനിക്കും, അത് വലിയ തകർച്ചകൾക്ക് കാരണം ആവുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നമ്മൾ വിതയ്ക്കേണ്ടത് ആത്മാവിനായിട്ട് വിതയ്ക്കണം. അല്ല, ആത്മാവിന് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള. ആത്മാവിന് വേണ്ടത്, ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താ? നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. സംഗീതത്തിന് 86:10. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. അതായത് ദൈവത്തിൻ്റെ വചനം, ഈ വചനമാണ് നമ്മുടെ ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം. നമ്മുടെ ശരീരത്തിന് നമ്മൾ ദിവസവും 4 നേരം 5 നേരം ഒക്കെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? കുറഞ്ഞതിന് 3 നേരം മിനിമം. പിന്നെ ഇടയ്ക്ക് കിട്ടുന്നതൊക്കെ കുറച്ചും, അല്ലേ? ചായ കുടിച്ചും കടുങ്കാപ്പി കുടിച്ചും ചിപ്സ് തിന്നും, അല്ലേ? അങ്ങനെയൊക്കെ അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ കഴിച്ചങ്ങനെ പോകും. പക്ഷേ യഥാർത്ഥ ഭക്ഷണം നമ്മുടെ ആത്മാവിന് കിട്ടുന്നില്ലെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് 4-5 നേരം സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. നമ്മുടെ ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, ആവർത്തിച്ച് വചനങ്ങൾ ഏറ്റുപറയുക. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് മാറുകയാണ്. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 6:61. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുണ്ടാകുവാൻ എങ്ങനെ ജീവനുണ്ടാകും? ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, കൂദാശ ജീവിതത്തിലേക്ക് വരണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ, ദൈവിക ജീവൻ നമ്മിൽ നിറയുന്നത്. ജഡത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ജീവിച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതച്ചാൽ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെക്കുറിച്ചുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടും എപ്പോഴും ഉണ്ടാവണം. നിത്യജീവൻ, ഈ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത നമ്മിലുണ്ടെങ്കിൽ നമ്മൾ ജഡിക ജീവിതം നയിക്കത്തില്ല. നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ ആസക്തികൾക്ക് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കത്തില്ല. നിത്യജീവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പാപകരമായ ജീവിത വഴികളിലൂടെ നമ്മൾ കടന്നു പോകത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ നിത്യജീവനെക്കുറിച്ചുള്ള വലിയ ഒരു ചിന്ത ഉണ്ടാവണം. ഹല്ലേലൂയ. അല്ല, ആത്മാവിനായി വിതയ്ക്കുന്നത് അത് നിത്യജീവന് വേണ്ടിയാണ്. അത് ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ദൈവത്തിൻ്റെ വചനം എത്ര വായിക്കുന്നുവോ, എത്ര ധ്യാനിക്കുന്നുവോ, അത് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് മാറും. ഈ വചനം നമ്മളെ വിശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3. ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈ വചനം നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം, വലിയ വില കൊടുക്കണം. വചനത്തോടുള്ള വലിയ ഒരു ദാഹം, ഒരു താല്പര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ
നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നന്മ ചെയ്താലും അത് പലപ്പോഴും നമുക്ക് തിരിച്ചടിയാണ്, നമുക്ക് ദോഷമാണ്. നമ്മൾ പലർക്കും നന്മ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, അത് പിന്നെ നമുക്ക് ദോഷമായിട്ട് മാറുക. ശരിയല്ലേ? എത്ര പേര് അങ്ങനെ കഷ്ടത അനുഭവിക്കുന്നു. ഈ അടുത്ത നാളിൽ എനിക്കിത് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന ഒരു അമ്മ എന്നോട് പങ്കുവെച്ചാണ്. എവിടുന്ന് വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അമ്മ പറഞ്ഞതാണ് 5 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ വേണ്ടപ്പെട്ട അവരുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആർക്കോ വായ്പ കൊടുത്തു. വായ്പ കൊടുത്തിട്ടിപ്പോൾ 4-5 വർഷമായി. പൈസ കൊടുക്കില്ല, അത് തിരിച്ചു കിട്ടാനെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മച്ചി അതിന് രേഖ വല്ലതും മേടിച്ചിട്ടുണ്ടോ? രേഖയൊന്നും മേടിച്ചിട്ടില്ല. അത്രയ്ക്കടുത്ത് ഉള്ള കുടുംബം, അത്ര സ്നേഹത്തിൽ ജീവിച്ച കുടുംബമാണ്. എന്നെ അത്യാവശ്യം പറഞ്ഞ് അങ്ങനെ എടുത്തു കൊടുത്ത, ബാങ്കിൽ നിന്ന് കൊടുത്ത പൈസ 8 ലക്ഷം രൂപ, ഒരു രേഖയില്ല. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. രേഖ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത എന്തെങ്കിലും വഴി നോക്കാം. അമ്മച്ചി പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉണ്ടോ ആ അമ്മച്ചി കാണിച്ചത്, അമ്മച്ചിയുടെ കുടുംബം കാണിച്ചത് ഒന്നാന്തരം മണ്ടത്തരമാണ്. ആണോ? അതെ, രേഖയില്ലാതെ കൊടുത്തത് അവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇന്നത്തെ കാലത്ത് ആരെയാ വിശ്വസിക്കാൻ പറ്റുന്നു? ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അത് ആധ്യാത്മിക രംഗത്തും അങ്ങനെ തന്നെ, ലോകത്തിൻ്റെ വ്യാപാരങ്ങൾ അങ്ങനെ തന്നെ, രാഷ്ട്രീയ രംഗം, ഏത് രംഗമാണേലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായിന്ന്. ശരിയാണോ? ആണോ? അതെ, സംശയിക്കാനൊന്നുമില്ല. വളരെ അപൂർവം വ്യക്തികളെ കാണും ഹൃദയത്തിൽ നന്മയുള്ളവരും, ബാക്കിയുള്ളവരൊക്കെ മറ്റൊരു തലങ്ങളിലാണ് പോകുന്നത്. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുപ്പ് ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നന്മ ആർക്ക് ചെയ്യുന്നോ അതിനു മുൻപേ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഉദാഹരണം, ഇപ്പോൾ ഈ 8 ലക്ഷം രൂപ ഈ അമ്മച്ചി കുടുംബം വായ്പ കൊടുത്തു. അതിനു മുമ്പേ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഈ കാശ് വായ്പ കൊടുക്കണോ? നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന കാശ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവമേ ഇവരിത് ചോദിക്കുന്നു, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്, അടുത്ത കുടുംബമാണ്, പ്രാർത്ഥിക്കണം കർത്താവേ ഇത് വായ്പയായിട്ട് അവർക്ക് കൊടുക്കണമോ? ഇവർ ചതിക്കുമോ? ഒന്നിന് വായ്പ കൊടുക്കുകയാണെങ്കിൽ ചെക്ക്, രേഖ എന്താണെന്ന് വെച്ചാൽ അത് മേടിക്കണം. അതല്ലാതെ സ്നേഹത്തിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ എടുത്തു കൊടുത്തു, വർഷം 5 കഴിഞ്ഞു, തിരിച്ചു കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. അത് പോയിന്ന് കുട്ടിയാൽ മതി. ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണ് ഇവർ കൊടുത്തത്. ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടില്ല, പോയെന്ന് കുട്ടിയാൽ മതി. ഹല്ലേലൂയ. ഉണ്ടോ? ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. അവൾ നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നന്മ ചെയ്യാൻ പറ്റില്ല. ഒരാൾ വന്ന് ഒരു നേരത്തെ വിശപ്പിന് ചോദിച്ചാൽ ഭക്ഷണം കൊടുക്കുന്ന നന്മ അല്ലേ? ആണോ? അതെ. ഒരു വീട്ടിൽ വന്നു, ഒരാൾ ഷർട്ടില്ല, ചോദിച്ചു, നമുക്ക് കൊണ്ട് കൊടുക്കാൻ എടുത്തു കൊടുക്കുന്ന നന്മയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്തു. പക്ഷെ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും ഉറപ്പും രേഖയും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വല്ലതും കൊടുത്താൽ മതി. കളിപ്പ് പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാര്യമില്ല. ഇത് 8 ലക്ഷത്തിൻ്റെ കാര്യം. എന്നോട് വേറെ കേസിട്ട് ഒരിക്കൽ വന്നൊരു കേസിട്ടാണ്. അത് വലിയ ലക്ഷങ്ങൾ 10-30 ലക്ഷം രൂപ പോയ ഒരു ചരിത്രം. ഒരു ഫാമിലി വന്നു, അവിടെ അടുത്ത സുഹൃത്തുക്കൾ, അവിടെ ശരിക്കും നന്നായിട്ട് ചതിവും വഞ്ചനയും എല്ലാ രംഗത്തുമുണ്ട്. മനുഷ്യന്റെ ഹൃദയം പരിശോധിക്കുന്ന ദൈവം. ആ ദൈവത്തിന് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഭാവം അറിയത്തുള്ളൂ. മനുഷ്യന് അതറിയത്തില്ല. എത്ര കണ്ടുപിടിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചേച്ചിമാരെ, നിങ്ങളുടെ ഭർത്താവിനെ 100% വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യയെ 100% നിങ്ങൾക്ക് അറിയാമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അവർ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. അവൾ ഹൃദയം അറിയുന്നത് ദൈവമാണ്. ഇവിടെ വചനം പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് ഉണ്ടാകാതിരിക്കട്ടെ. അവൾ വലിയ നന്മ ചെയ്യാൻ നേരത്ത് ശരിക്കും പ്രാർത്ഥിച്ച്
ആലോചന ചോദിച്ചിട്ടേ നിങ്ങൾ നന്മ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. ഞാൻ അനുഭൂതി എന്നാണ് പറയുന്നത് കേട്ടോ. ഒരാൾ വന്നൊരു 50 രൂപ വെച്ച് കൊടുത്തു, കുഴപ്പമില്ല, 50, 100, 500 ഒക്കെ കൊടുത്തു, ഉള്ളതനുസരിച്ച് കൊടുത്തു. 10,000, 25,000, 1,00,000 ഒക്കെ ചോദിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അല്ലെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവിടെ കിടന്നിട്ട് കൊടുക്കണ്ട. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ? നമുക്ക് ഈ വിവേകവും ബുദ്ധിയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നന്നായിട്ട് കളിപ്പ് പറ്റിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ പത്രങ്ങൾ വായിക്കുന്നത് ഓൺലൈനിലുള്ള തട്ടിപ്പ് അല്ലേ, എന്തൊരു പേരാണ്, ലക്ഷങ്ങൾ. ഈയിടെ വായിച്ചു 2 കോടി രൂപ ഒരു സ്ത്രീയുടെ പോയി. എത്ര കോടികളാണ് പോകുന്നത്. അവൾ ചതിവിൻ്റെ ഒരു ലോകമാണ്, തിന്മ നിറഞ്ഞ ഒരു ലോകമാണ്, കാപട്യത്തിൻ്റെ ഒരു ലോകമാണ് നമ്മുടെ മുൻപിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരെയും സൂക്ഷിച്ചുകൊള്ളുക. എല്ലാവരും നമ്മൾ സൂക്ഷിക്കണം. ശരിക്ക് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം നമ്മൾ ശരിയായിട്ടും പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുവാനായിട്ട്. ആ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ നിർദ്ദേശങ്ങൾ തരാതെ ഗൗരവമേറിയ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെ ദൈവത്തോട് ആലോചന ചോദിക്കും? ആമോസ് 3:7 പറയുന്നു, തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ അവിടുന്ന് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ അവിടുന്ന് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആമോസ് 3:7. തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക്, അവിടെ ഒരു കാര്യമുണ്ട്. ഈ പ്രവാചകന്മാരെ നമ്മൾ തിരിച്ചറിയണം. ഒരു പ്രവാചകൻ എങ്ങനെയാ തിരിച്ചറിയുന്നത്? പ്രവാചകൻ പറയുന്നത് നടക്കണം. നടന്നാൽ ആ പ്രവാചകന്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിലൂടെ വന്നതാണ്. കള്ളപ്രവാചകന്മാരുണ്ട്, തട്ടിപ്പുകാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കള്ളനെ പിടിച്ച കാര്യമൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ അറിഞ്ഞായിരുന്നോ, വായിച്ചായിരുന്നോ, കണ്ടോ? നിങ്ങൾ കണ്ടോ? കൈയെടുത്ത് കാണിച്ചേ. എത്ര നല്ല മനുഷ്യരാണ്. യൂട്യൂബിൽ കാണുന്നില്ല, TV കാണുന്നില്ല, പത്രം വായിക്കുന്നില്ല. അയ്യോ, നല്ല മനുഷ്യന് കൊള്ളാം. ഹല്ലേലൂയ. ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഞാനിത് എൻ്റെ 1-2 പേര് രാവിലെ സംസാരിച്ചു പറഞ്ഞു, ബ്രദറെ ഈയിടെ ഒരു കള്ളനെ പിടിച്ചു. കള്ളൻ ഭാഷാവൃത്തൊക്കെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് മാലയും പറിച്ചുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവം നടന്നു. കള്ളൻ്റെ പേര് മറന്നുപോയി. ഭയങ്കര ആരോഗ്യവനാണ് അല്ലേ, ഭയങ്കര ആരോഗ്യവനായ ഒരു കള്ളൻ. ഷിബു. ആ പേരുള്ളവർക്ക് മൊത്തം നാണക്കേടായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, അദ്ദേഹം, ആ വ്യക്തി ഭാഷാപരത്തിൽ ആളുടെ തലയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ കള്ളന് എവിടുന്ന ഈ ഭാഷാപരം കിട്ടിയത്? അതായത് പണ്ട് പാസ്റ്റർമാരുടെയോ ഒക്കെ ധ്യാനൂർക്കന്മാരുടെയോ ഒക്കെ വീഡിയോ കണ്ടിട്ട് അത് കേട്ട് പഠിച്ചതാണ്. കേട്ട് മനപ്പാഠം പഠിച്ചിട്ട് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. കണ്ണടച്ചൊന്ന് നമ്പിച്ചത് കഴുത്തുനിന്ന് സ്വർണ്ണമാല പൊട്ടിച്ചുകൊണ്ട് ഓടി. പോലീസ് പിടിച്ചു, അകത്തായി. ഞാൻ പറഞ്ഞത് അതിനോട് ചേർന്നൊരു വീഡിയോ കാണാനായിട്ടിടയായി. ഇന്ന് രാവിലെ ഒരാളിനെ കാണിച്ചാണ്. അതായത് ഈ കള്ളൻ ഭാഷാവൃത്തി പ്രാർത്ഥിച്ചത് കറക്റ്റാണ്. അതാണ് അടുത്ത വീഡിയോ. മറ്റൊരു പാസ്റ്റർ, ഹീബ്രു ഭാഷ അറിയാവുന്ന ഒരു പാസ്റ്ററിൻ്റെ വീഡിയോ ആണ്. ഞാനൊരു രാവിലെ 2-3 മിനിറ്റ് കണ്ടു. ഒരാളിനെ കാണിച്ചാൽ ആ പാസ്റ്റർ പറഞ്ഞത് ഈ കള്ളം പറഞ്ഞ ഭാഷ, അതുപോലെ ഈ പാസ്റ്റർ പറഞ്ഞിട്ട് അത് ഹീബ്രു ഭാഷയാണ്, അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഈ പാസ്റ്റർ അത് വ്യാഖ്യാനിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കറിയാവുന്നൊരു സഹോദരിയുണ്ട്, എറണാകുളത്തുള്ളതാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീ. ഹീബ്രു, അരമായ, ലാറ്റിൻ ഭാഷകളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും. അവർക്ക് ഗിഫ്റ്റ് കിട്ടുക. ഹീബ്രു, അരമായ, ലാറ്റിൻ ഭാഷ ഞങ്ങൾ ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഭാഷാവൃത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മറ്റ് ഭാഷകളിൽ അവരിങ്ങനെ പറഞ്ഞിട്ട് അതിന് മലയാള വ്യാഖ്യാനം പറയും. ഒരു സഹോദരിയാണ്, ഭർത്താവൊക്കെ ഉണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരിക്കലിങ്ങനെ എറണാകുളത്ത് വിമലാലയത്തിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരി ഉണ്ട്, ഭാഷകൾ അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായി. നമുക്ക് പ്രാർത്ഥിക്കാൻ 4-5 പേർ ഒന്നിച്ചിരുന്നു. സ്തുതി തുടങ്ങി, ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ മറ്റു ഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ്, മറ്റു ഭാഷകളിൽ ഇങ്ങനെ പറയുകയാണ്. നമ്മൾ കേട്ടിട്ട് പോലില്ല. ഹിബ്രു, അരമായ, ലാറ്റിൻ ഭാഷകളിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവരെൻ്റെ വ്യാഖ്യാനം പറയും. എനിക്കുള്ള മെസ്സേജുകൾ ഒക്കെ എന്നവർ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കേട്ടോ. ഞാൻ ഇപ്പം പറഞ്ഞത്, ഈ കള്ളൻ പറഞ്ഞത് ഹീബ്രു ഭാഷയായിരുന്നു. അപ്പോൾ ആ പാസ്റ്റർ ആ വാക്കുകൾ പറഞ്ഞിട്ട് അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇന്നൊരു വീഡിയോ കാണാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭാഷാവരമൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഭാഷാവരം ഉള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഭാഷാവരമൊക്കെ നൽകും.
പ്രാർത്ഥനാപരമായിട്ട് നമ്മുടെ നാവിലേക്ക് അവരെന്തരും ഭാഷകളുടെ വ്യാഖ്യാനം തരും, വ്യത്യസ്തമായ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ കൃപയൊക്കെ തരും. അതൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മൾ കൊരിന്തോസ് 12 14 അതേക്കുറിച്ച് വിശദമായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ വചനം പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്. ഹല്ലേലൂയ. അവിടെ ആർക്കാണ് നന്മ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് അടുത്ത ഉത്തരം അവിടെ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം, അതിൽ കൊയ്ത്താം. വിളവെടുക്കണമെങ്കിൽ കൊയ്യണം. നിന്റെ സമ്പത്ത് നീ സുവിശേഷത്തിനു വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി വിതച്ചാൽ അതിൻ്റെ അനുഗ്രഹ ഫലം മുഴുവൻ നീ കൊയ്തെടുക്കും. ഉറപ്പാത്, ഒരു തർക്കവുമില്ല. വിതയ്ക്കണം. നീ എന്തു വിതയ്ക്കുന്നോ അത് നീ കൊയ്യും. ഒരു വ്യക്തി സുവിശേഷത്തിന് വേണ്ടി തൻ്റെ പണം വിതച്ചോ ഉറപ്പാണ് സാമ്പത്തിക മേഖലയിൽ അവൻ കൊയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആത്മാക്കളെയും കൊയ്യും, സാമ്പത്തിക മേഖലയും കൊയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,